Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. കർത്താവ് ചെയ്ത അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേൾക്കാം. ഹല്ലേലൂയ. യേശു സൗഖ്യദായകനാണ്. യേശു നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഉറപ്പാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു ഇവിടെയുണ്ട്. ഇന്ന് ഈ മകൾക്ക് കർത്താവ് നൽകിയ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ഷെൽസി. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ചേച്ചീനെയാണ് ഇവിടേക്ക് കല്യാണം കഴിച്ചു വിട്ടേക്കണത്. അപ്പോൾ ചേച്ചിയുടെ അമ്മയും പപ്പയും പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ചെന്നൈയിൽ ഇത് കൂടാൻ വേണ്ടി വന്നത്. എനിക്ക് 20ാമത്തെ വയസ്സ് തൊട്ടിട്ട് എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ചെക്കപ്പൊക്കെ ചെയ്തിട്ടും അത് എന്താ റീസൺ എന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു അത് പാരമ്പര്യമായിരിക്കും. അങ്ങനെ 4 വർഷം ഞാൻ ഗുളിക കഴിച്ചിട്ടും എനിക്ക് 120/80 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോർമൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ രാവിലെ ചെന്നൈയിൽ നിന്ന് വന്ന് ബ്രദറിനെ കണ്ട് ബ്രദറിൻ്റെ തലയിൽ കൈവച്ച് നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞ് നീ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പള്ളി കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് തൃശ്ശൂർ പോയിട്ട് ഒരു ലാബിൽ കയറിയിട്ട് എൻ്റെ BP ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 110/70 എൻ്റെ BP. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വേറൊരു ലാബിൽ കയറി വീണ്ടും നോക്കി. അപ്പോഴും 110/70. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. ഈ മകള് ഇന്ന് വലിയ സങ്കടത്തോടെയാണ് വന്ന് പറഞ്ഞത്, ഇങ്ങനെ BP 4 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു. ആ സംഭവം പറഞ്ഞു. ഞാൻ ഈ മകളുടെ BP നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു സൗഖ്യം കൂടി ഞാൻ ഇവരോട് പറഞ്ഞു. അതായത് എനിക്ക് കുറേ കാലമായിട്ട് ബ്ലഡ് പ്രഷർ കൂടുതലായിരുന്നു. പ്രഷർ ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഗുളിക കഴിക്കണം. ഒരു ദിവസം ഒരു ഗുളിക വീതം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് ഒരു ഗുളിക കഴിക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ടീമുകൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ടീമിൽ ഒരാൾക്കൊരു മെസ്സേജ് തരുകയാണ്, സാബു ബ്രദറിൻ്റെ പ്രഷർ നോർമലാക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളാരും പ്രാർത്ഥിച്ചില്ല. ഞങ്ങൾ ശക്തമായിട്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ടീമിലുള്ള ഒരാൾക്ക് കർത്താവ് മെസ്സേജ് തരുകയാണ്, സാബു ബ്രദറിൻ്റെ പ്രഷർ നോർമലാക്കുന്നു. അതിനുശേഷം പരിശോധിക്കുമ്പോൾ എൻ്റെ പ്രഷർ നോർമലാണ്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ശക്തമായ സ്തുതിപ്പിലും ദൈവാരാധനയിലും കൈവെപ്പ് പ്രാർത്ഥനയിലൊക്കെ അത്ഭുത രോഗശാന്തികൾ നടക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെയും എന്റെ കുടുംബത്തെയും ബന്ധിച്ചിരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അന്ധകാരത്തിന്റെ ശക്തികളും യേശുനാമത്തിന്റെ ശക്തിയിൽ ഞങ്ങളെ വിട്ടുമാറട്ടെ. ശാപത്തിന്റെ ചങ്ങലകൾ യേശുനാമത്തിൽ തകരട്ടെ. ജെറമിയ 40:4 നിന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ ഞാൻ അഴിച്ചു മാറ്റും. എല്ലാ ചങ്ങലകളും പൊട്ടട്ടെ. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറട്ടെ. പാരമ്പര്യ തകർച്ചകൾ വിട്ടുമാറട്ടെ. You are my Lord.